യെസ് റെജി ലൂക്കോസ്, നാളെ ആഘോഷം ആണ്, ഔദ്യോഗിക ആഘോഷമാണ് നാളെ. മാത്രമല്ല ഫോട്ടോഷൂട്ടും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ശ്രീ നാണു വിശ്വനാഥ് പറഞ്ഞ പോലെ നമ്മുടെ മുഖ്യമന്ത്രി ചെയ്യേണ്ടത് കേരളത്തെ ഒരു കയറ്റുമതി ഇറക്കുമതി സംസ്ഥാനമാക്കാൻ വേണ്ടിയുള്ള വ്യവസായങ്ങൾ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഈ മറ്റ് ചെറു പോർട്ടുകളിലേക്ക് കാർഗോ കൊണ്ടുപോകേണ്ട ഒരു മദർ പോർട്ടായി മാത്രം അവശേഷിക്കും നമ്മുടെ വിഴിഞ്ഞം പോർട്ട്. അപ്പോൾ ആ രീതിയിൽ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റേണ്ടതല്ലേ, പ്രത്യേകിച്ച് നമ്മുടെ ഭരണകർത്താക്കൾ. മാത്രമല്ല കൂടുതൽ പ്രാവീണ്യമുള്ള ഈ മേഖലയിൽ കൂടുതൽ പ്രാവീണ്യമുള്ളവരുടെ അവരുടെ ഉപദേശം നിർദ്ദേശം ഇതൊക്കെ തേടുക, അതല്ലേ വേണ്ടത്? അതിനോട് ഞാൻ ഭാഗികമായിട്ട് ചോദിക്കും. ബഹുമാനപ്പെട്ട നാണു വിശ്വനാഥനാണ് ഈ ചർച്ച പങ്കെടുക്കുന്നത്. ആദ്യ ഭാഗത്ത് എനിക്ക് മനസ്സിലായിട്ടില്ല, കാരണം ഇത് ശബ്ദത്തിന് പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ ബഹുമാനായ നാണു വിശ്വനാഥുമായിട്ട് പിന്നെ ആ സമരകാലത്ത് ഒന്ന് രണ്ട് ചർച്ചയിൽ പങ്കെടുത്തതായിട്ടാണ് എന്റെ ഓർമ്മ ചെയ്യുന്നത്. ഞാൻ അദ്ദേഹം പറഞ്ഞപ്പോൾ മുഴുവൻ കാര്യങ്ങളും സാഗൂതം ശ്രദ്ധിച്ചു. ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയ വീക്ഷണത്തോടും അല്ല ഈ ചർച്ച ചെയ്തിരിക്കുന്നത്. നമ്മുടെ നാട് നമുക്ക് ഒറ്റക്കെട്ടായിട്ട് രക്ഷപ്പെടുത്തണം. ലോകത്തിൽ പല സ്ഥലത്ത് യാത്ര ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ലോകത്തെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യം അമേരിക്കയാണല്ലോ. ഈ അമേരിക്കയുടെ സമ്പദ്ഘടന നിയന്ത്രിക്കുന്നത് മുഖ്യ പങ്ക് വഹിക്കുന്ന അവിടുത്തെ തുറമുഖങ്ങളാണ്. അതുപോലെ തന്നെയാണ് ഈ തുറമുഖങ്ങളുടെ വ്യാപ്തി കൂടുന്തോറും ആ രാജ്യത്തിന്റെ GDP പോലും ഈ തുറമുഖങ്ങൾ ബാധിക്കും. എന്തുകൊണ്ടാണ് ചൈനയുടെ ഉൽപ്പന്നങ്ങൾ ലോകവ്യാപകമായിട്ട് വിപണി കീഴടക്കിയിരിക്കുന്നത്? ഇപ്പൊ നിങ്ങൾ അമേരിക്കയിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ട്, ഏതാണ്ട് 80% പിന്നെ പ്രോഡക്റ്റുകളും വരുന്നത് പിന്നെ ചൈനയിൽ നിന്നാണ്. നമുക്കത് നമ്മുടെ കൺമുമ്പിൽ കാണാൻ പറ്റും. അപ്പൊ നമ്മുടെ രാജ്യം ഡെവലപ്പ് ചെയ്യുന്നതിന്റെ മുഖ്യ ഘടകങ്ങളിൽ ഒന്നായിട്ട് ഈ തുറമുഖം മാറുന്നുള്ളത് യാതൊരു തർക്കമില്ല. എന്റെ ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് പറയാം. ഞാൻ ഇതിൽ ഷെയർ ചെയ്യാൻ തന്നെ അനുവദിക്കണം. അതായത് 1.5 വർഷം മുമ്പ് ഞാൻ എത്യോപ്യയിൽ ഒരു യാത്ര നടത്തി. ഏതാണ്ട് ഒരു 10-25 ദിവസം ദീർഘമായി എത്യോപ്യ മുഴുവൻ യാത്ര ചെയ്ത് ഞാനവിടെ പോയത് ഒരു മലയാളികളുടെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്റെ ആദ്യത്തെ ദിവസം അന്ന് പിന്നെ ആഡിസ് അബാബയിലെ ഇന്ത്യൻ എംബസിയിൽ, ഒരുപക്ഷെ നാണു വിശ്വനാഥിനൊക്കെ അറിയാമായിരിക്കും, അവിടുത്തെ ഇന്ത്യൻ എംബസിയിലെ ഹാളിലാണ് ഈ പ്രോഗ്രാം നടന്നത്. അവിടെ അന്നത്തെ ബഹുമാനപ്പെട്ട, ഇന്നും അദ്ദേഹത്തിന് റോബർട്ട് എന്ന് പറയുന്ന ഒരു മണിപ്പൂർ സ്റ്റേറ്റ് സംസ്ഥാനക്കാരനാണ് നമ്മുടെ അംബാസഡർ. വളരെ പിന്നെ സിമ്പിൾ ആയിട്ട് ഇടപെടുന്ന ഒരാള്. അന്ന് അദ്ദേഹമായിട്ട് ഇങ്ങനെ ഇന്ററാക്ട് ചെയ്ത് ഞങ്ങൾ വെളിയിലിരുന്ന് ഇന്ററാക്ട് ചെയ്തപ്പോൾ അദ്ദേഹം ഒരു ഞെട്ടിക്കുന്ന സംഭവമുണ്ട്. ഞാൻ ചോദിച്ചു, സാറേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു അൺഡെവലപ്ഡ് കൺട്രിയാണ് ഈ എത്യോപ്യ, എന്നാൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഡെവലപ്മെന്റ്സിനും പ്രകൃതി അനുഗ്രഹിക്കുന്നതിനും വളരെ അനുകൂലമായ സാഹചര്യമുള്ള ഒരു രാജ്യമാണ്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഈ രാജ്യത്തിന് പോർട്ടില്ല. ജിബൂട്ടി എന്ന് പറയുന്ന രാജ്യത്താണ്, അവരുടെ അതിർത്തിയുള്ള ഈ ജിബൂട്ടി എന്ന് പറയുന്ന രാജ്യത്താണ് അവരുടെ പോർട്ടിൽ നിന്നാണ് അവർ സാധനങ്ങൾ കൊണ്ടുവരുന്നത്. 4 ഇരട്ടി എക്സ്പെൻസ് കൂടുതലാ. നല്ലൊരു മെഡിക്കൽ കോളേജ് പോലും ഈ രാജ്യത്ത് ഉണ്ടാക്കാൻ പറ്റാത്തതിന്റെ കാരണം അത് തന്നെയാണ്. കാരണം ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു വളരെ ബാലികേറാമലയാണ്. പിന്നെ അവിടെ ക്ലിയറൻസ് ബുദ്ധിമുട്ടാണ്. പിന്നെ ജിബൂട്ടി തോണ്ട രാജ്യത്ത് നിന്ന് ഈ കാർഗോയിൽ ഇത് കൊണ്ടുവരുമ്പോൾ, നമ്മുടെ ലോറികളിൽ കൊണ്ടുവരുമ്പോൾ ആക്രമണകാരികൾ ഇത് പിടിച്ചു നടക്കുന്നു. വലിയൊരു നിർഭാഗ്യമാണ്. കാരണം ഇവർക്ക് തോന്നുകയില്ല, കടൽത്തീര അവർക്കില്ല. അല്ലായിരുന്നെങ്കിൽ ഈ എത്യോപ്യ എന്ന് പറഞ്ഞ രാജ്യങ്ങളുടെ പോലെയാണ്. അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഇപ്പൊ യൂറോപ്പിലാണ് അതൊരു വിഷയമല്ല, കാരണം സ്വിറ്റ്സർലൻഡിന് സ്വന്തമായിട്ട് തുറമുഖയില്ല. അവർക്ക് അതുപോലെയല്ല. അപ്പൊ ഞാനിങ്ങനെ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞങ്ങളുടെ സംസ്ഥാനത്ത്, ഐ ആം കമ്മിങ് ഫ്രം സൗത്ത് പാർട്ട് ഓഫ് ഇന്ത്യ, കേരളം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിനോട് എടുക്കത്ത് വായിക്ക് പറയാ, എന്റെ മലയാളി സുഹൃത്തുക്കളുണ്ട് അവിടെ, നിങ്ങളുടെ പിന്നെ തുറമുഖം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ തുറമുഖമായിട്ട് മാറും എന്ന് അദ്ദേഹം വളരെ കാര്യമായിട്ട് പറഞ്ഞു. അത് തന്നെയാണ് എനിക്ക് ഈ ചർച്ച പറയാനുള്ളത്. കാരണം ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ നേരത്തെ എന്നോട് ആദ്യത്തെ ചോദിച്ചതിന് മറുപടി പറയാൻ എനിക്ക് പറ്റിയില്ല. വേറൊന്നുമല്ല, ഈ ഇടതുപക്ഷ സർക്കാർ കരിങ്കല്ലുകൾ കൊണ്ടുവരുന്ന കാര്യത്തിൽ വൈമുഖ്യം കാണിച്ചെന്ന് പറയുന്നത് അത് തെറ്റായ രീതിയിലുള്ള പിന്നെ ഒരു വാദഗതിയാണ്. കാരണം കരിങ്കല്ലുകൾ കേരളത്തിൽ നിന്ന് കൊണ്ടുവരുന്നതിന് കോറികളുമായിട്ടുള്ള വിഷയങ്ങൾ ധാരണയിലെത്താൻ പറ്റാൻ വന്നപ്പോഴത്തേക്ക് തമിഴ്നാട്ടിൽ നിന്ന് ആ സമയത്ത് തമിഴ്നാട്ടിലെ സർക്കാർ കേരളത്തിലേക്ക് മണലും കരിങ്കല്ലും കൊണ്ടുവരുന്നതിന് അവർ നിരോധിച്ചു. അന്നത്തെ, അതായത് ഈ പറയുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ ഭാഗത്തിൽ തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ബഹുമാനപ്പെട്ട അഹമ്മദ് തേവർകോല് അദ്ദേഹത്തിന്റെ ടീമും ഈ തുറമുഖത്തിന്റെ നിർമ്മാണത്തിനും ഇതിന്റെ മുൻപോട്ടുള്ള പ്രയാണത്തിനും ചെയ്ത സേവനങ്ങൾ ആർക്കും മറക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം ചെന്നൈ പോയി ആ കൺസേൺ ആയിട്ടുള്ള ഉദ്യോഗസ്ഥരെ, മന്ത്രിയെയും കണ്ട് ആ പ്രതിബന്ധം മാറ്റി, അങ്ങനെയാണ് ഈ കരിങ്കല്ല് ഫ്ലോ ആശുപത്രി വെളിഞ്ഞത്തേക്ക് കൊണ്ടുവന്നത്. അപ്പൊ അതൊക്കെ ഈ ഗവൺമെന്റ് ചെയ്തൊരു വലിയ സേവനങ്ങളാണ്. ഈ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യങ്ങളും അത് ഞാൻ ശരിക്കും പറയുന്നത്, നാണു വിശ്വനാഥിനെ പോലുള്ള മാരിടൈം എക്സ്പെർട്ട് ബിസിനസ് എസ്റ്റാബ്ലിഷ് അദ്ദേഹത്തിനെ പോലുള്ളവർ പറയുന്നത് നമ്മൾ കാതോർത്തേ പറ്റുള്ളൂ. വൻ രീതിയിലുള്ള ഡെവലപ്മെന്റ്സ് വരാൻ പോണത്. എത്രയോ രാജ്യങ്ങളുടെ പിന്നെ കോൺസുലേറ്റുകൾ നമ്മുടെ തിരുവനന്തപുരത്ത് വരും. ഇപ്പോൾ തന്നെ നിലവിൽ 2 7 സ്റ്റാർ പ്ലസ് 3 5 സ്റ്റാർ ഹോട്ടലുകൾ അവിടെ സ്ഥലം വാങ്ങി നിർമ്മാണങ്ങൾ ഒന്നിട്ടെണ്ണം തുടക്കം കുറിച്ചെന്നാ പറയുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന സാമ്പത്തിക വികസനങ്ങള്, നമ്മുടെ രാജ്യത്തിന് വരാൻ പോകുന്ന ഡെവലപ്മെന്റ്സുകള്, മദർഷിപ്പുകൾ അടുക്കുന്നതിലെ സ്വാഭാവികമായ മൂന്നാമത്തെ തുറമുഖമായ വിഴിഞ്ഞം,
ഈ രാജ്യത്തിന്റെ GDP പോലും സ്വാധീനിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പൊ മൈൻഡ് സെറ്റ് മാറുന്നതിനെ കുറിച്ച് എന്നോട് ചോദിച്ചു, ഞാനത് അംഗീകരിക്കുക. അതായത് വികസന കാര്യത്തിൽ ഒരിക്കലും എതിർപ്പ് വരാൻ പാടില്ല. വികസനം നടക്കുമ്പോൾ വിട്ടുവീഴ്ചകൾ വേണം. നേരത്തെ രണ്ടാമത് സംസാരിച്ച് ബഹുമാനപ്പെട്ട അദ്ദേഹം പറഞ്ഞ പോലെ ഈ ടണൽ എന്ന് പറയുന്നത്, ഞാൻ അതിനെക്കുറിച്ച് അത്യാവശ്യം പഠിച്ച ആളാണ്. ശരിയാണ്, എനിക്ക് തോന്നിയായിരുന്നു. കാരണം അവിടെ ഡബിൾ ഡെക്കർ കണ്ടെയ്നറുകൾ കയറ്റാത്ത രീതിയിലുള്ള ട്രെയിൻ സർവീസുകൾ തുടങ്ങാനുള്ള സാഹചര്യങ്ങൾ കുറവാണെന്നാ പറയുന്നത്. ഞാൻ മനസ്സിലാക്കി ശരിയാണെന്നുണ്ടെങ്കിൽ അവിടെ റെയിൽ റോഡ് ഗതാഗതത്തിന് റെയിൽവേ ബോർഡ് ഉടനെ തന്നെ അനുമതി നൽകുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പൊ ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരും ബഹുമാനപ്പെട്ട നമ്മുടെ കേന്ദ്ര സർക്കാരും നമ്മുടെ ഷിപ്പിംഗ് കോർപ്പറേഷനും ഷിപ്പിംഗ് മിനിസ്റ്ററും ഈ വിഴിഞ്ഞ പദ്ധതിയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള പിന്തുണ തരുന്നുണ്ട്. അദാനിയെ കൂടി ചെറുതായിട്ട് കാണുന്നില്ല. പക്ഷേ കേരളത്തിലെ പ്രതിപക്ഷം നേതാവിന്റെ നേതൃത്വത്തിൽ ആദ്യത്തെ മദർഷിപ്പ് ക്രെയിനുമായിട്ട് വന്നപ്പോൾ അദ്ദേഹം രാവിലെ നടത്തിയ പത്രസമ്മേളനം വേദനയോടുകൂടി ഇന്നത് കാണാൻ പറ്റത്തുള്ളൂ. അദ്ദേഹത്തെ പോലുള്ളവരും നമ്മുടെ പ്രതിപക്ഷം ഇത്തരം പ്രതിപക്ഷ നേതാവിനെ കൊണ്ടുപോകാമായിരുന്നു ഈ ആഘോഷത്തിൽ പങ്കെടുപ്പിക്കാൻ. അല്ല, നാളെ ഇനി അവർക്ക് പങ്കെടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അടുത്തൊരു തലമുറ ഇത് പ്രതീക്ഷിച്ചാ ജീവിക്കുന്നത്. ലക്ഷങ്ങളാണ് ഇതിലൂടെ മുമ്പോട്ട് പോകാൻ പോകുന്നത്. അല്ലെ, ഒരൊറ്റ കാര്യമാണ് നാണുവിശ്വാസാറിനോട് അറിയാം, നമ്മുടെ കൾച്ചർ മാറാൻ പോവാ. നമ്മൾ വിദേശികളും ഇത്തരമുള്ള ട്രാൻസാക്ഷനിലൂടെ നമ്മുടെ സംസ്കാരം തന്നെ മാറും. നമ്മുടെ മനുഷ്യരോടുള്ള ഇടപെടൽ ഇത് ഒരൊറ്റ ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അതായത് ബഹുമാനപ്പെട്ട വാജ്പേയി ഇന്ത്യ പ്രധാനമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന് ജന്മദിനമായ ക്രിസ്മസ് 25-ാം തീയതി ഉൾപ്പെടെയുള്ള ഒരാഴ്ച അദ്ദേഹം കുമരകത്ത് നിന്ന് താമസിച്ചു. അന്ന് വരെ കുമരം എന്ന് പറയുന്ന സ്ഥലത്ത് 100 രൂപ പോലും സെന്റിന് സ്ഥലത്തിന് വിലയില്ലായിരുന്നു. ഇന്ന് ആ കുമരം ലോക ഭൂപടത്തിലെ 12ാം സ്ഥാനത്താണ്. കുമരകത്തെ ഏത് കൊച്ചുകുട്ടിയും പ്രായം ചെന്നവർ പോലും ഇന്ന് സുഖമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നു. പിണറായി വന്നുകൊണ്ടാണ് കുമരകം ലോക ഭൂപടത്തിൽ അടയാളം നേടിയതെന്ന് പറയരുത് പ്ലീസ്. അല്ല, എന്താ പറഞ്ഞ ഞാൻ കേട്ടില്ല. അല്ല, പിണറായി വന്നതുകൊണ്ടാണ് കുമരകം ലോക ഭൂപടത്തിൽ ഇടം പിടിച്ചതെന്ന് പറയരുതേന്ന് ദയവേത്. അയ്യോ, ഞാൻ പറഞ്ഞത് പ്രധാനമന്ത്രി വാജ്പേയി ഇവിടെ വന്നതിന്റെ പേരില ലോകത്തിന്റെ ശരി അത് കേട്ടില്ലേ? അത് സമ്മതിച്ചു അല്ല തെറ്റിദ്ധരിപ്പിക്കരുത്. കാരണം ബഹുമാനപ്പെട്ട വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ജന്മദിനം എന്ന് പറയുന്നത് ക്രിസ്മസിനാണ്, 25-ാം തീയതി ഡിസംബർ. ആ ഒരാഴ്ച അദ്ദേഹം സ്പെൻഡ് ചെയ്തത് അന്ന് കാര്യമാരിൽ ആരും പോകാതിരുന്നു. ഒരു മീൻപിടുത്തക്കാരുടെയും സാധാരണ നാട്ടിൽ ഒരു ഗ്രാമമായിട്ട് കൊമരത്ത് വന്നപ്പോൾ ലോക വിനോദ ഭൂപടത്തിൽ അത് സ്ഥാനം നേടി. ഇന്ന് 12ാം സ്ഥാനം അലങ്കരിക്കുകയാണ്. ഇന്ന് അവിടുത്തെ പ്രായം ചെന്നവർ പോലും ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ഒരു പ്രത്യേക കൾച്ചറാണ് കുമരകത്തിന്. തേക്കടിയുടെയും നമ്മുടെ മറ്റു മൂന്നാറ് പോലുള്ള സ്ഥലങ്ങളിലെയും ഓളത്തിന്റെ കാര്യം പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഇതിനെ എല്ലാം മാറ്റിമറിച്ചുള്ള ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യാൻ പോകും കേരളത്തിൽ. നമ്മുടെ മൈൻഡ് സെറ്റ് മാറും. സ്വാഗതം ചെയ്യുന്നു. മൈൻഡ് സെറ്റ് മാറണം. യെസ്, നമ്മുടെ ആ മാനസികാവസ്ഥ നമ്മൾ മാറ്റി എടുക്കണം. യെസ്, അത് മാത്രമല്ല വികസനത്തിൽ രാഷ്ട്രീയം പാടില്ല. റെജി 100% യോജിക്കുന്നു.